ഏതൊരു പരീക്ഷയും നമ്മൾ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സിലബസ്, അതിന്റെ പരീക്ഷാ രീതി, ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെയും സിലബസിനെ കുറിച്ച് മനസ്സിലാക്കാം, അതുപോലെ തന്നെ പരീക്ഷ, ഓരോ പരീക്ഷയും എത്രത്തിലാണ് നടത്തപ്പെട്ടതെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ പഠനം നമുക്കൊരു പരീക്ഷയിലൂടെ ആരംഭിക്കാം. ഇത് കേട്ടിട്ട് മുന്നേ നടന്ന പരീക്ഷകളിൽ കേട്ടിട്ട് കാറ്റഗറി 2 എന്ന എക്സാമിനേഷനിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മുടെ പഠന മേഖലകൾ എത്രത്തോളം, ഏതൊക്കെ മേഖലകളിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനസ്സിലാക്കി നമ്മുടെ സിലബസ് കവർ ചെയ്ത്, പോർഷൻസ് കവർ ചെയ്ത് നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചേരാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇന്ന് കേട്ടിട്ട് കാറ്റഗറി 2 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തണം, എന്നോടൊപ്പം തന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഇവിടെ നോക്കാം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കുട്ടികളിലെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തുന്ന ശോധകം ഏതാണ്? കുട്ടികളിലെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തുന്ന ശോധകം ഏതാണ്? ഓപ്ഷൻ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ്. അപ്പൊ ഇവിടെ കുട്ടികളിലെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുന്ന ശോധകം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ നിദാന ശോധകമാണ്. എന്താണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ നിദാന ശോധകം ഉപയോഗപ്പെടുത്തിയാണ് കുട്ടികളുടെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പൊ നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠന പ്രക്രിയയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും മനസ്സിലാക്കി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ശോധകമാണ് ഏത്? നിദാന ശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. പഠന പ്രക്രിയയിൽ കുട്ടികൾക്കുണ്ടാകുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും കണ്ടെത്തി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ശോധകം ഏതാണ് വെച്ചാൽ ഏതാണ്? അതാണ് ഡയഗ്നോസ്റ്റിക് നിദാന ശോധകം എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഉത്തരം. ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസുകൾ നോക്കാം. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സിദ്ധി ശോധകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസ്തുത പാഠഭാഗം അഭ്യസിച്ചതിനു ശേഷം അധ്യാപന രീതിയുടെ കുട്ടികൾക്കുണ്ടായ നേട്ടം അളക്കാൻ ഉപയോഗിക്കുന്ന ശോധകമാണ് ഏത്? സിദ്ധി ശോധകം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതായത് ഒരു നിശ്ചിത പാഠഭാഗം പഠിച്ചതിന് ശേഷം അധ്യാപകൻ കുട്ടിയിലെ ആ അധ്യാപനത്തിലൂടെ എന്ത് നേട്ടമാണ് കുട്ടികൾക്ക് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആ ഒരു ശോധകമാണ് ഏത്? സിദ്ധി ശോധകം, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക പാഠഭാഗം പഠിച്ചതിന് ശേഷം അധ്യാപകൻ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാം അല്ലെ, എഴുതിപ്പിക്കാം, പഠിപ്പിച്ചത് എഴുതിപ്പിക്കാം അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? ഓറൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് മുതലായ ഏതൊരു ഉദാഹരണങ്ങളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, സിദ്ധി ശോധകത്തിന് ഉദാഹരണമാണ്. മനസ്സിലായി? അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? സിദ്ധി ശോധകം. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്താണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു പ്രത്യേക രംഗത്ത് കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന നേട്ടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, പ്രത്യേക രംഗത്ത് കുട്ടിയുടെ ഭാവി എത്രത്തോളം എങ്ങനെ എത്തിച്ചേരാം എന്ന് മനസ്സിലാക്കാൻ, അത് അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഇത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതായത് ഒരു പ്രത്യേക രംഗത്ത് ഒരു പഠിതാവിന്റെ ഭാവിയിലെ പ്രകടനം എത്രത്തോളമാണ് എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ശോധകം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ എന്താണ് പ്രോഗ്നോസ്റ്റിക് മനസ്സിലായോ? ഒരു പ്രത്യേക രംഗത്ത് പഠിതാവിന്റെ ഭാവിയിലെ പ്രകടനം മുൻകൂട്ടി അളക്കാൻ ഉപയോഗിക്കുന്ന ശോധകമാണിത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഡയഗ്നോസ്റ്റിക് നിദാന ശോധകമാണ്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചു? ശോധകങ്ങൾ പഠിച്ചു. നിദാന ശോധകങ്ങൾ, ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുക, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശോധകമാണ് ഏത്? നിദാന ശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പഠന പ്രക്രിയയുടെ കുട്ടി ഒരു പാഠഭാഗം അഭ്യസിച്ചതിന് ശേഷം അധ്യാപന രീതി കുട്ടികൾക്ക് എന്ത് നേട്ടം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് അളക്കാൻ ഉപയോഗിക്കുന്ന ശോധകമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, സിദ്ധി ശോധകം. അതിന് വരുന്നതാണ് ഏത്? ഓറൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇന്റലിജൻസ് ടെസ്റ്റ് എല്ലാം ഏതിൽ വരുന്നതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റിൽ വരുന്നതാണ്. ഓർത്ത്. ഇനി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രംഗത്ത് ഭാവിയിൽ കുട്ടിയുടെ പ്രകടനം എത്രത്തോളമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശോധകമാണ് ഏത്? പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ ഓപ്ഷൻസ് ക്ലിയർ ആയി പോകുന്നത്. അപ്പൊ ഒരു പ്രത്യേക രംഗത്ത് പഠിതാവിന്റെ ഭാവിയിൽ പ്രകടനം മുൻകൂട്ടി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ശോധകം ഏതാണ്? അത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെന്നും കൂടെ നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരവും അതുമായി ബന്ധപ്പെട്ട 4 ഓപ്ഷൻസ് നമ്മൾ ക്ലിയർ ആയി പോയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലൂടെ കടക്കാം. അപ്പൊ ആദ്യ ചോദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയതല്ലേ? നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റം അധ്യാപകനുമായുള്ള ഇടപെടലുകളെ നിരീക്ഷിച്ച് ഉണ്ടാക്കിയ രേഖ അവന്റെ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ചോദ്യം നോക്കാം. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റം അധ്യാപകനുമായുള്ള ഇടപെടലുകളെ നിരീക്ഷിച്ച്, കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റം അതുപോലെ അധ്യാപകനുമായുള്ള ഇടപെടലുകളെ നിരീക്ഷിച്ച് ഉണ്ടാക്കിയ രേഖ അത് എന്താണ്? അവന്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്ന അനക്ടോഡൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, കേസ് സ്റ്റഡി എന്നാണ്. ഏതാണ് അതിന്റെ ഉത്തരം? ഉത്തരം ഇതാണ്, അനക്ടോഡൽ റെക്കോർഡ് അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ എന്ന്. അപ്പൊ എന്താണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ടോഡൽ റെക്കോർഡ് എന്ന് പറയുന്നത്?
ഒരു കുട്ടിയുടെ അവിചാരിതമായ പ്രതികരണം സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ്, അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ. അപ്പൊ ഒരു കുട്ടിയിലെ പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടി കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, അവിചാരിതമായ പ്രതികരണങ്ങൾ. അപ്പൊ സവിശേഷതമായുള്ള സാഹചര്യങ്ങളിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡിനെയാണ് എന്ത് പറയുന്നത്, ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. എന്താണ് അനക്ഡോട്ടൽ റെക്കോർഡ്, ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്? ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ, അല്ലെ, അത് സവിശേഷമായ സംഭവങ്ങളും എല്ലാം എന്താ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡുകളെയാണ് എന്ത് പറയുന്നത്, അനക്ഡോട്ടൽ റെക്കോർഡ്, ഉപാഖ്യാന രേഖ. അവിടെ കുട്ടിയിലെ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ, സംഭവങ്ങൾ, ഇതെല്ലാം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് എന്താ അനക്ഡോട്ടൽ റെക്കോർഡ്, അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുട്ടിയുടെ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും, അല്ലെ. കുട്ടിയിൽ ഉണ്ടാകുന്ന സ്വഭാവം, അല്ലെങ്കിൽ വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതയെ കുറിച്ച് മനസ്സിലാക്കാൻ, വ്യക്തിയുടെ സവിശേഷതകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഏതിലൂടെ സാധിക്കും? ഈ അനക്ഡോട്ടൽ റെക്കോർഡ്, ഉപാഖ്യാന രേഖയിലൂടെ സാധിക്കും. അപ്പൊ അതാണ് ഉപാഖ്യാന രേഖ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് മനസ്സിലായോ? പ്രത്യേക സാഹചര്യത്തിൽ, അല്ലെ, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന പ്രത്യേകതരം പ്രതികരണങ്ങൾ, അല്ലെ, അതും സംഭവങ്ങൾ, പ്രത്യേകതരം പ്രതികരണങ്ങൾ, സംഭവങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡിനെയാണ് വിളിക്കുന്നത് അനക്ഡോട്ടൽ റെക്കോർഡ്, അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അവിടെ കുട്ടിയുടെ സ്വഭാവ സവിശേഷത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നോക്കാം, നെക്സ്റ്റ് വൺ ആണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അല്ലെങ്കിൽ സഞ്ചിത രേഖ. എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് പറയുന്നത്? നോക്കാം, ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലേ സൂക്ഷ്മവിവരങ്ങൾ ശേഖരിക്കുക അനിവാര്യമാണ്. ഇവിടെ തുടർച്ച വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തും. മനസ്സിലായ, ഒരു കുട്ടിയെ കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യകാലം മുതലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ആണ് നമുക്ക് ഒരു കുട്ടിയെ കുറിച്ച് അറിയാനും പഠിക്കാനും, വ്യക്തമായിട്ട് അറിയാനും പഠിക്കാനും സാധിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, തുടർച്ചയായിട്ടുള്ള വിവരങ്ങളെ ആദ്യകാലം മുതലേ രേഖപ്പെടുത്തി വെക്കണം, അല്ലെ. അതാണ് എന്ത് പറയുന്നത്, ഈ സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള വിവരങ്ങൾ ആദ്യകാലം മുതലേ ഓർഡർ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് വ്യക്തമായി അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കും. അതാണ് അപ്പൊ കുട്ടിയിലെ കാര്യശേഷി, അല്ലെ, കുട്ടികളുടെ മാനസിക പക്വത, അതുപോലെ തന്നെ പഠന നേട്ടം, സാമൂഹ്യ ബോധം, അതിൽ മൂല്യബോധം എന്നിവയൊക്കെ നമുക്ക് പരിശോധിക്കും. ഈ പരിശോധന, അല്ലെങ്കിൽ ഈ രേഖ പരിശോധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിയിലെ കാര്യശേഷി, അല്ലെ, സ്വഭാവത്തിന്റെ വ്യത്യാസം, അല്ലെ, സ്വഭാവത്തിന്റെ സവിശേഷത, അതുപോലെ മൂല്യബോധം, അല്ലെ, സാമൂഹ്യ ബോധം, ഇതെല്ലാം നമുക്ക് ഏത് മനസ്സിലാക്കാം, സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡിന് സഞ്ചിത രേഖ എന്ന് മനസ്സിലായോ? നമുക്ക് കുട്ടിയുടെ മുഴുവൻ വിവരങ്ങൾ വ്യക്തമായും പൂർണ്ണം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മുതലേ തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് അപ്പോൾ എഴുതി ക്രമമായിട്ട് എഴുതി അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു രേഖയാണ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് കുട്ടിയുടെ കാര്യശേഷിയും സാമൂഹ്യ ബോധം, മൂല്യബോധം, അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ട് സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. പിന്നെ അതുപോലെ എന്താണ് അതിന്റെ മൂല്യബോധം, അല്ലെങ്കിൽ സാമൂഹ്യ ബോധം, അതിന്റെ കഴിവുകൾ, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് മനസ്സിലാക്കുക. അടുത്ത എന്താണ് കേസ് സ്റ്റഡി, അല്ലെ. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ, അല്ലെ, നമുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ എവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുകൾ എന്നാണ്, പ്രശ്നങ്ങളെ കുറിച്ചുള്ള സ്രോതസ്സുകൾ ലഭിക്കുന്നു, അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ച്, അല്ലെ, വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് വെച്ച് ആ പ്രശ്നത്തെ നല്ല സമഗ്രമായി പഠിക്കുന്നു, അല്ലെ. ഒരു കുട്ടിയിൽ പ്രശ്നം ഉണ്ടായാലും കുട്ടിയുടെ പ്രശ്നത്തിന് ഉള്ള ആ പ്രശ്നങ്ങൾ ഏതൊക്കെ സ്രോതസ്സിലൂടെ നമുക്ക് വിവിധ രീതിയിൽ പരിശോധിച്ച്, അല്ലെ, വിവിധ രീതിയിൽ ശേഖരിച്ച് അതിന് സമഗ്രമായി പഠിച്ച് അതിനൊരു പൂർണ്ണമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ കേസ് സ്റ്റഡിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണ് നന്നായിട്ട് സൂക്ഷ്മമായിട്ട് ഏതൊക്കെ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നു, വിവിധ രീതിയിൽ അതിനെ പഠിക്കുന്നു, അല്ലെ, പഠിച്ചിട്ട് നമുക്ക് അതിന്റെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ പല സൈക്കോളജിയിൽ, അതായത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ, അല്ലെ, ക്ലിനിക്കൽ മനഃശാസ്ത്രത്തില്, അതുപോലെ തൊഴിൽ മനഃശാസ്ത്രത്തിൽ, അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെല്ലാം ഈ പറയുന്ന കേസ് സ്റ്റഡി വളരെയധികം, ഈ മേഖലയിലെല്ലാം കേസ് സ്റ്റഡി വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് പ്രശ്ന പരിഹാരത്തിലേക്ക് വേഗം എത്തിച്ചേരാൻ സാധിക്കും. കാരണം എന്താണ്, വ്യത്യസ്ത മാർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ വിവിധ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു, അല്ലെ, ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നും പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിവിധ രീതിയിലുള്ള അറിവുകൾ കളക്ട് ചെയ്തിട്ടാണ് ആ പ്രശ്ന പരിഹാരത്തിലേക്ക്, സമഗ്രമായിട്ട് പഠിച്ചിട്ടാണ് ആ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതാണ് കേസ് സ്റ്റഡി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ചോദ്യം ഇതായിരുന്നു, കുട്ടിയുടെ പ്രത്യേക സാഹചര്യ പെരുമാറ്റം അധ്യാപകരുമായി ഇടപെടലുകളിൽ നിരീക്ഷിച്ചുണ്ടാക്കിയ രേഖ ഏതാണ്? അതാണ് അനക്ഡോട്ടൽ റെക്കോർഡ്, അല്ലെങ്കിൽ എന്താണ്
ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ അല്ലെ, കുട്ടികളുടെ നിരീക്ഷണം ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ആ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ ഉണ്ടാകുന്ന പ്രത്യേകതരം പ്രതികരണങ്ങൾ അല്ലെ, സംഭവങ്ങൾ, ഇതെല്ലാം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് ഇത് അനക്ഡോട്ട് റെക്കോർഡിംഗ്, ഉപാഖ്യാന രേഖ. ഒരു വ്യക്തി സവിശേഷത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടി അതിലൂടെ നമുക്ക് സാധിക്കും അല്ലെ. അടുത്ത മനസ്സിലാക്കിയതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ക്യുമുലേറ്റീവ് റേറ്റ് എന്ന സഞ്ചിത രേഖയാണ്. അതായത് അത് തുടക്കം മുതൽ ക്രമമായിട്ട് ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ്. അപ്പം അത് നമുക്ക് കുട്ടിയെ നന്നായി മനസ്സിലാക്കാനും അതിന് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാനും സാധിക്കും. കുട്ടികളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത, അതുപോലെ എന്താണ് മൂല്യബോധം, സാമൂഹ്യ ബോധം, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ മാനസിക പക്വത, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത മനസ്സിലാക്കിയത് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങളെ നമുക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സ്വീകരിക്കുന്നു, പല രീതിയിലൂടെ സ്വീകരിച്ച് സമഗ്രമായ പഠനം നടത്തി അതിന്റെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് പല മേഖലയും സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം പല മേഖലയും ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് കേസ് സ്റ്റഡി. അത് വളരെയധികം എഫക്റ്റീവ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്ന പരിഹാരത്തിന് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മാർഗമാണിത് കേസ് സ്റ്റഡി എന്ന്. അപ്പൊ അത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. സർഗാത്മകതയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. സർഗാത്മകതയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ചോദ്യം നോക്കാം. സർഗാത്മക പഠനത്തിൽ ലഭിക്കുന്ന പെരുമാറ്റ രീതിയാണ്. സർഗാത്മക പഠനത്തിൽ ലഭിക്കുന്ന പെരുമാറ്റ രീതിയാണ്. രണ്ടാമത്തെ ചോദ്യം, സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സർഗാത്മകയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്താണ് സർഗാത്മക അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് സർഗാത്മക അല്ലെങ്കിൽ സർഗപരത? സർഗാത്മക അല്ലെങ്കിൽ സർഗപരത എന്ന് പറയുന്നത് എന്താണ്? നൂതനമായോ പുതിയതായ ഒരു ആശയമോ ഒരു വസ്തുവിനെ കണ്ടെത്താനുള്ള കഴിവിനെ, ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് സർഗപരത അല്ലെങ്കിൽ സർഗാത്മക അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നൂതനമായ അല്ലെങ്കിൽ പുതിയതായ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ആശയത്തെയോ കണ്ടെത്താനുള്ള വ്യക്തിയുടെ കഴിവിനെയാണ് എന്താ സർഗാത്മകത അല്ലെങ്കിൽ സർഗപരത, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഏകാഗ്ര ആയിട്ടുള്ള ചിന്തനമാണ്. ഏകാഗ്ര ചിന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏകാഗ്ര ചിന്തം എന്താണ്? കൺവേർജൻ തിങ്കിങ്, ഏകാഗ്ര ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബുദ്ധിശക്തി. അപ്പൊ കൺവേർജൻ തിങ്കിങ് ബന്ധപ്പെട്ടതാണ് ബുദ്ധിശക്തി. എന്നാൽ സർഗാത്മക എന്ന് പറയുന്നത് എന്താണ്? വിഭിന്ന ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് ഡൈവേർജൻ തിങ്കിങ് ബന്ധപ്പെട്ടതാണ് സർഗാത്മക. അപ്പൊ ഏകാഗ്ര ചിന്തയുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധിശക്തി. എന്നാൽ സർഗാത്മക എന്ന് പറയുന്നത് വിഭിന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് ഡൈവേർജൻ തിങ്കിങ് ഉണ്ടായാൽ മാത്രമേ അവിടെ സർഗാത്മക ഉണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പൊ ബുദ്ധിശക്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിശക്തിയുള്ള എല്ലാവർക്കും എന്തുണ്ടാവാൻ സാധ്യതയില്ല? സർഗപരത സർഗാത്മക ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പൊ വളരെ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് സർഗാത്മക സർഗപരത എന്ന് പറയുന്ന ഉള്ളവർക്കെല്ലാം ഒരു ഉയർന്ന നിലവാരത്തിലെ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും. അവിടെ മനസ്സിലാക്കാം ബുദ്ധിശക്തിയും സർഗപരതയുമായിട്ട് വളരെ അടുത്ത റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? ബുദ്ധിശക്തി ഉള്ളവർക്ക് എല്ലാവർക്കും സർഗപരത ആയിരിക്കില്ല. എന്നാൽ സർഗപരത ഉള്ളവർക്ക് ഉയർന്ന നിലവാരത്തിലെ ബുദ്ധിശക്തി എന്തായാലും കാണും. അപ്പൊ അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അപ്പൊ ഈ പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സർഗാത്മക പഠനത്തിന് ലഭിക്കുന്ന പെരുമാറ്റ രീതിയാണ് ആണോ? അല്ല അല്ലെ. നമ്മൾ മനസ്സിലാക്കിയ നൂതനമായോ അല്ലെങ്കിൽ പുതിയതായ ഒരു ആശയം അല്ലെങ്കിൽ വസ്തുവിനെ കണ്ടെത്താനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് സർഗപരത, സർഗാത്മക അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ലെ. അത് എന്താണ്? പഠനത്തിൽ ലഭിക്കുന്ന ഒരു പെരുമാറ്റ രീതി അല്ല. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആണോ? അപ്പൊ ബുദ്ധിശക്തി ഉള്ള ആൾക്കാർക്ക് സർഗാത്മക ഉണ്ടോ? അല്ലേ. സർഗപരത ഉണ്ടോ? ഇല്ല അല്ലെ. എന്താണ്? സർഗപരത ഉള്ള വ്യക്തിക്ക് നിശ്ചിത അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലെ ബുദ്ധിശക്തി ഉണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അത് രണ്ടും ഈ രണ്ട് ഓപ്ഷൻസ് എന്താണ്? സർഗപരതയുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് സർഗപരത അല്ലെങ്കിൽ സർഗാത്മക ക്രിയേറ്റിവിറ്റി എന്ന് മനസ്സിലാക്കി. ഈ ബുദ്ധിശക്തി എന്ന് പറയുന്നത് എന്ത് തരം ചിന്തയാണ്? ഏകാഗ്ര ചിന്തയാണ് അല്ലെങ്കിൽ എന്താണ്? കൺവേർജൻ തിങ്കിങ് ആണ് ബുദ്ധിശക്തിയിൽ വരുന്നത്. എന്നാൽ സർഗപരത സർഗാത്മക എന്ന് പറയുന്നത് ഡൈവേർജൻ തിങ്കിങ് ആണ്, വിഭിന്ന ചിന്തയാണ് ഏതിൽ വരുന്നത്? ഈ സർഗപരതയിൽ വരുന്നത്. ഇനി മനസ്സിലാക്കി എന്താണ് ബുദ്ധിശക്തിയും സർഗപരതയും എന്താണ് റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ബുദ്ധിശക്തി ഉള്ളവർക്ക് എല്ലാവർക്കും സർഗപരതരായിരിക്കില്ല. എന്നാൽ സർഗപരത ഉള്ളവർക്ക് ഉയർന്ന നിലവാരത്തിലെ ബുദ്ധിശക്തി ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി ഈ സർഗപരത ക്രിയേറ്റിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ടോറൻസ് ടെസ്റ്റ് കേട്ടോ. ടോറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഒട്ടനവധി ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ വിശദമായി അടുത്ത ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ വളരെ 2-3 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമാണ് മനസ്സിലാക്കിയത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ കേറ്റഡ് പരീക്ഷ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ക്ലാസ്സിനെ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.